ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളുകളല്ലേ. എന്നാൽ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ജനറേറ്റ് വഴിയാണോ സെർച്ച് ചെയ്യുന്നത്? ഗൂഗിളിൻ്റെ ജനറേറ്റ് വഴി സെർച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഗൂഗിൾ നിങ്ങളെ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നതെന്ന് ഓരോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് സത്യം. ഞാൻ ഈ പറയുന്ന സെർച്ച് ഇതിലാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരത്തില്ല. സേഫായിട്ടുള്ള സെർച്ച് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനും അത് ക്രോമിൽ തന്നെ ആ ഓപ്ഷനുണ്ട്. അത് വേണ്ടാത്തവർക്ക് അതിൻ്റെ ആപ്ലിക്കേഷനും ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവാരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആയിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് ഗൂഗിൾ വഴിയാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഗൂഗിൾ നിങ്ങളെ എല്ലാ ഇതും ട്രാക്ക് ചെയ്ത് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് സത്യം. നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അതിൽ ആദ്യം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. വളരെ നല്ലൊരു സെർച്ച് ചെയ്തായിരുന്നു ഞാൻ പറയുന്നത്. എന്നിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് ഇൻട്രി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡക്ക് ഗോയിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഈ ഡക്ക് ഗോ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം സേവ് ചെയ്ത് വെക്കുന്നതല്ല. ഇനി നിങ്ങൾക്ക് ഡൗട്ടുള്ളവരാണെങ്കിൽ ഗൂഗിൾ ക്രോമിൽ തന്നെ ഡക്ക് ഗോ എന്താണ് ഡക്ക് ഗോ കൊണ്ട് സെർച്ച് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഗൂഗിൾ ക്രോമിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഡക്ക് ഗോ സെർച്ച് ചെയ്ത് അത്രയ്ക്ക് മികച്ചതില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഗൂഗിൾ ക്രോം കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഡക്ക് ഗോ യൂസ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡക്ക് ഗോ എന്ന് സെർച്ച് ചെയ്യുക. ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ കൊടുക്കുക. മറ്റു ഓപ്ഷൻ ചെയ്ത് വെക്കാത്തവർ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഇതും സേവായി കിടക്കുന്നതല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗൂഗിൾ ക്രോമിൽ ഈ ഒരു സെർച്ച് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സേഫായിട്ട് ഗൂഗിൾ ക്രോം ഉപയോഗിക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ലെറ്റ്സ് ഗോ എന്ന് കൊടുക്കുക. വായിച്ചതിന് ശേഷം എന്നിട്ട് ക്ലോസ് യുവർ ബ്രൗസർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെറ്റ് ആസ് ഡിഫാൾട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുത്തപ്പോഴേക്കും നിങ്ങളിവിടെ എന്ത് കാര്യം വേണം നിങ്ങൾക്ക് സെർച്ച് ചെയ്തോ. ഞാനിപ്പോൾ ദേവഹരി യൂട്യൂബ് ചാനൽ തന്നെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. വരുമോയെന്നറിയത്തില്ല. ദേവഹരി യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഇത് നേരെ ഗൂഗിൾ ക്രോമിൽ തന്നെയാണ് പോകുന്നത്. ഇത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെ, ഇത് തന്നെയാണ് എൻ്റെ ചാനൽ. ഇത് നേരെ ഗൂഗിൾ ക്രോമിൽ തന്നെയാണ് പോകുന്നത്. ഗൂഗിൾ ക്രോമിൽ അതിനേക്കാളും ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് സേഫ് ബ്രൗസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ ബൈ.